ഹലോ വെൽക്കം ബാക്ക് ടു ജിമ്മീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി അങ്ങനെയൊക്കെ പറയാം, പേരൊന്നുമില്ല. അപ്പോൾ ഈ റെസിപ്പി ആയിട്ടാണ് ഞാനും ഉമ്മാവും ഇന്ന് വന്നിട്ടുള്ളത്. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല പാൽ ഈസി ആയിട്ട് ആക്കാൻ പറ്റും, പിന്നെ നല്ല ടേസ്റ്റ് നോക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതാണ്: ഉള്ളി, പിന്നെ തക്കാളി, പച്ചമുളക്, കറി ലീഫ്, വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടി ഫസ്റ്റ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരക്കണം. ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല നോക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ വിനാഗിരി പറഞ്ഞാൽ സിർക്ക. അപ്പോൾ നമ്മളുടെ ചിക്കന് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാലയെല്ലാം ആക്കിയിട്ട് മസാലയിൽ പുരട്ടിയിട്ട് നമുക്ക് എണ്ണയിലിടാം. അപ്പോൾ നേരത്തെ ആക്കി വെച്ചതിൽ നമ്മൾ ചിക്കനെല്ലാം ഇടുന്നുണ്ട്. ചിക്കനെല്ലാം ഇട്ടിട്ടായിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ നല്ല പാകൽ, കൈ കൊണ്ടാ നിങ്ങളൊരു സ്പൂൺ കൊണ്ടാ അങ്ങനെയൊക്കെ ആക്കിയാൽ മതി. കൈ കൊണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കുഴച്ചിട്ട് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം, 1 മണിക്കൂറൊക്കെ. നമുക്കിത് പെട്ടെന്ന് ആക്കാറുണ്ടായതുകൊണ്ട് ഞങ്ങൾ വെച്ചില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കാം. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടായിട്ട് മെല്ലെ മെല്ലെ ചൂടായിട്ടാകുമ്പോൾ ഈ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഒരു കറിയും ഫ്രൈയും ഒരു മിഡിലുള്ളൊരു സംഭവം, അതാണ് ഇതിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബട്ട് ഇതിന് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജെമ്മീസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സപ്പോർട്ട് us. താങ്ക് യു.